മേരി എവിടാ അമ്മ? ഇനിയിപ്പൊ അവളെ ഉണത്തണ്ട. മേരി ഉറങ്ങിയോ? ക്യൂൻ മേരി ഇത്ര നേരത്തെ ഉറങ്ങിയെന്നോ? മേരി, ക്യൂൻ മേരി. അയലത്തുകാരെ ഉറക്കുകയല്ല. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നോണ്ടാ. ഹായ് മേരി. വല്ല കാര്യമുണ്ടോ ഈ വെളുപ്പാങ്കാലത്ത് അവളെ വിളിച്ചുണർത്തിട്ട്? ഹൗ ആർ യു മേരി? കേട്ടു ബഹളം. എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയാലോ? വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന VIP ഗസ്റ്റിനെ സ്വീകരിക്കാൻ എണീറ്റ് വരണ്ടേ? അതല്ലേ വന്നത്. വേണ്ട വേണ്ട, അതൊക്കെ മമ്മ എന്നെ അങ്ങ് ഉണ്ടായിക്കോളും. മമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയാലേ ഞാൻ കഴിക്കൂ, പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വന്ന പോലെ സ്ഥലം വിടും. കണ്ടോ കണ്ടോ, അവൻ എന്നെ ഉറക്കരുതെന്നല്ലേ ഉള്ളൂ, വേണ്ടിട്ടല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ആണ്ടിലൊരാഴ്ച തികച്ച് മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ വരികയില്ല. എന്നിട്ടാ മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതേ കഴിക്കൂ എന്നൊരു വാശി. ഇവിടെ വരുമ്പോ പിന്നെ അങ്ങനെയൊക്കെ അല്ലയോ മമ്മ വേണ്ടത്? ഇവിടെ വരുന്നത് തന്നെ അതിനൊക്കെ വേണ്ടിട്ട് അല്ലയോ? ഇതാർക്കാ? ഇതെനിക്ക്. ഇതിന്റെ അടുത്തതാനടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്, അതിന്റെ അടുത്ത് ആറ്റടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്. അങ്ങനെ അങ്ങ് രണ്ടുപേരുടെ വയറ് നിറയുമ്പോഴത്തേക്ക് നേരവും വെളുക്കും. ഞാൻ പറയുമ്പോ ഒഴിച്ചാ മതി. ഈ പെണ്ണ് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ചേച്ചി. ഇത് കഴിഞ്ഞിട്ടിപ്പോ അങ്ങോട്ട് പോയാ മതി. മമ്മ, റീത്തമ്മാവി ബാത്റൂമില്ല. ചായ വേറെ വേണമായിരിക്കും. ആ അത് തന്നെ. കൊണ്ടുവരാം. മൊരട്ട മണ്ണായി നാട്ടിലേത്, ഭയങ്കര റഫാ. എന്നാൽ അതിനെ എന്റെ പാട്ടിലങ്ങ് വിട്ടേച്ച് ചുമ്മാ ഇരുന്നാ പോരായോ? അങ്ങനെയല്ലടി. ഓ ആന്റണി, ഇരിക്കടാ. മതിയടാ ഉറങ്ങിയത്? ഏതാടാ രണ്ട് കിളികള്? അപ്പുറത്താണോ? ദാ ഇവിടെ ഇരുന്നാ കാണാം. അതാ വീട്ടിലെ പുതിയ വാടകക്കാരാ. മലയാളീസ് ആണല്ലോ. ആ. എത്ര ആളായി വന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം സോളമിച്ചാൻ വന്നപ്പോ ഇവരില്ലായിരുന്നല്ലോ. ഇല്ല, അന്ന് അവിടെ വെറുതെ പൂട്ടി കിടക്കായിരുന്നു. ആ, അപ്പൊ അതിനുശേഷം വന്നവരാ. അത് മനസ്സിലായി. എന്നാ അത്രയും മനസ്സിലാക്കിയാ മതി. അവര് വന്നിട്ട് ഇപ്പൊ കഷ്ടിച്ച് 1 മാസമേ ഉള്ളൂ. ഞാൻ വന്ന് 1-1.5 മാസം കഴിഞ്ഞപ്പോഴാ അവര് വരുന്നത്. അവരെന്ന് പറയുമ്പോ മിസ്റ്റർ പോൾ പൈലക്കാരൻ ആൻഡ് ഹിസ് ഫാമിലി. പോൾ പൈലോക്കാരനോ? യെസ്. എന്താ കക്ഷി? കക്ഷി നല്ല വെള്ളമാണ്. ഏതാണ്ട് ജോലിയുണ്ട്, റെയിൽവേയിലോ മറ്റോ. സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അല്ല, വേറെ ഏതോ സെക്ഷനില്ല. ഫാമിലി എന്ന് പറയുമ്പോ മിസ്സിസ് റോസി പൈലോക്കാരൻ, പിന്നെതാ അത് 2 മൂത്തത് സോഫിയ, പഠിപ്പ് കഴിഞ്ഞ് വെറുതെ നിൽക്കുന്നു. ഇളയത് എലിസബത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. നിന്റെ ഒപ്പമാണോ? അല്ല, വേറെ കോളേജിലാ. മിടി ഇട്ടത് മൂത്തത്, സ്കേർട്ട് ഇട്ടത് ഇളയത്. സോഫിയയും എലിസബത്ത്. അതെ. സോഫിയ ലോറനും എലിസബത്ത് ടൈലറും. രണ്ടും പഴയ 2 സൂപ്പർ സ്റ്റാർസ് ആണല്ലോ. നീയായിട്ട് എങ്ങനെ? ഗുഡ് മോർണിംഗ് ക്യൂൻ മേരി. ഗുഡ് മോർണിംഗ്. ഇന്നലെ എപ്പോഴാ രണ്ടും കൂടെ കിടന്നത്? വെളുപ്പാങ്കാലം വരെ ബഹളം കേട്ടല്ലോ. ചുമ്മാ ഒരു ഇളക്കം. ഈ മേരിയുടെ ഹസ്ബൻഡിനെ പറ്റി വല്ല വിവരമുണ്ടോ? അതിനവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഗൾഫിലെങ്ങാണ്ട് ജയിലില്ല. പുള്ളി പഴയ ഗൾഫാ. മേരി അവിടെ ആയിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നത് അവിടെ ഏതോ ഡോക്ടേഴ്സിന്റെ കൈപ്പശവ് മൂലം മരിച്ചുപോയി. അയാൾ ജയിലിൽ കിടക്കാൻ കാരണം? അത് അവിടെ ഏതാണ്ട് ഫ്രോഡ് കാണിച്ചതാ. കൈ വെട്ടേണ്ടതാ. എങ്ങനെയാ ഇതിന് രക്ഷപ്പെട്ടു. ഇവര് സോളച്ചന്റെ ഫാദറിന്റെ പപ്പയുടെ വീട്ടിലെയാ. ഏതായാലും ഇവിടെ അവരുള്ളതുകൊണ്ട് അവർക്കും കൊള്ളാം, അമ്മയ്ക്കും കൊള്ളാം. ഞാനുമായിട്ട് ഉടക്കാം. സ്വല്പം ഭരണ കൂടുതൽ. ഏയ് പാവം, അവർക്കറിയാം അവരുടെ വിഷമം. മമ്മ ഒരു കൈ നോക്കുന്നോ? വേണ്ട, ഇറങ്ങും അമ്മ. ഇപ്പോഴേ കാലേ നീരാ. അതിന്റെ കൂടെ കിടന്ന് ചാടുകയും കൂടെ ചെയ്ത കേമോ ആയിരിക്കും. നീരങ്ങ് പോവും. എന്നെ കൊണ്ട് ചെയ്യാ. ഈ 4 പേര് കളിക്കേണ്ട കോട്ട മാച്ച് അവിടെ കിടപ്പുണ്ട്. 2 പേരും ഓരോന്ന് എടുത്തിട്ട് ഇറങ്ങിയാ മതി. ഒന്ന് വാന്നേ. അത്ര അത്യാവശ്യമാണെങ്കിൽ ആ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് വിളിച്ചൂടെ? 2 നല്ല അസല പ്ലേയേഴ്സാ. റിയലി? ആ, ആന്റണിയൊക്കെ അവര് പറപ്പിക്കും. എന്നെ പറപ്പിക്കും. പിന്നെ ഇല്ല,
കണ്ടിട്ടുള്ളതാണല്ലോ. ബസ്സിൽ പോക്ക് നിൽക്കുമ്പോ എന്താ അത് മേരി? അതോ ബസ്സിൽ പോക്കിലൊരു കൂട്ടുകിട്ടി വരുമായിരുന്നു കൊച്ചിന്. സൈക്കിളിലാവുമ്പോ ആ കൂട്ടങ്ങ് പോകും. അതെന്താ ഈ കൂട്ട്? അപ്പുറത്തെ ഇളയ കൊച്ചും ഈ കൊച്ചിന്റെ ബസ്സല്ല പോക്ക്. അതിന് രണ്ടും രണ്ട് കോളയിലാണല്ലോ. ആ എന്നാലും കൊറേ വഴി ഒന്നിച്ചാ. ഈ മേരിക്ക് വട്ട വെച്ചായ വേറൊരു കൂട്ടും കൂടെ ആവുന്ന കോള് കാണുന്നുണ്ട്. പക്ഷെ നല്ല ഒച്ച അത് എനിക്കിഷ്ടമാ. ആ ഇളയതിനെ പോലല്ല, നല്ല അടക്കവും ഒതുക്കവും. എന്തോ നിങ്ങൾ ഈ പറയുന്നത്? ആരെ പറ്റിയ ഇത്? കൊച്ചിന്നും പോകുകയല്ലോ. പിന്നെ പോണം. പോവും, കാണാം നമുക്ക്. ഉണ്ടിട്ട് പോവാൻ സോളമ്മ. ആന്റണി കോളേജിൽ നിന്ന് വരുമ്പോ പറഞ്ഞേരെ ഞാൻ പോയെന്ന്. വല്ലതും കഴിക്കാം, നേരെ ഒരുപാടായി. ആന്റണി വല്ലതും കഴിച്ചോ? ഇല്ല, അതിന് വിശക്കുന്നെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. എന്താ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. വേണ്ടാത്തവരൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞേരടി. എന്താ പോവാൻ ഭാവിക്കാണോ? പോയാ പിന്നെ നീ പറഞ്ഞ പോലെ. അതെ, അങ്ങനാണേ പോവണ്ട. നിന്റെ ഇഷ്ടം എങ്ങനോ അങ്ങനെ തന്നെ നടക്കട്ടെ. മമ്മ നാളെ രാവിലെ എന്റെ കൂടെ അവിടം വരെ ഒന്ന് വന്നാ മാത്രം മതി. നീ തന്നെ അങ്ങ് പോയാ മതി. വേണേതാ ശിഷ്യനെയും കൂട്ടിക്കോ. ശിഷ്യന് ഇപ്പൊ തന്നെ നല്ലൊരു കമ്മീഷൻ കിട്ടാനുണ്ട്. അത് കിട്ടിയിട്ട് ഇനി ഓപ്പൺ ആയിട്ട് തൊഴിലും കൊണ്ട് ഇറങ്ങുന്നുള്ളൂ. മൂന്നാളും കൂടി എങ്ങോട്ടായിരുന്നു പോയത്? ശ്രീത്തമ്മാവോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എന്താ ഉണ്ടായത്? ഒന്നുമില്ല. ആന്റണി വരുമ്പോ അവനോട് തരാം. രാവിലെ പറഞ്ഞ സർപ്രൈസ് ആണെന്നും പറഞ്ഞു. ഇതങ്ങ് കൊടുത്താല് അവനോട് ഈ റൂം ഉപയോഗിച്ചോളാം പറ. അപ്പൊ ഇനി സോളമൻ വരുമ്പോ എങ്ങോട്ടാ അവര് പോയതെന്നോ ഇതിനിടയ്ക്ക് എന്താ ഉണ്ടായതെന്നോ അറിയില്ല. അവര് വന്ന് ബെല്ലടിക്കുമ്പോ ഞാൻ ബാത്റൂമിലായിരുന്നു. വന്നപ്പോ മുതല് പ്രീതമാവി ഇതേ കരച്ചില്ല. സോളമൻ ബാഗ് എടുത്ത് പോവുകയും ചെയ്തു. ദാ ഇത് കൊച്ചെടുത്തോളാൻ പറഞ്ഞു. ഇനി മുതല് ആ മുറി ആന്റണിക്കാന്നും പറഞ്ഞാ പോയത്. എന്തോ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് റീത്തമ്മാവിയെ കുറിച്ചാ പേടി. ഉറങ്ങാനുള്ള ഗുളിക കഴിച്ചോണ്ടാ കിടക്കുന്നത്. എന്നാലും പ്രഷർ കൂടുവെന്നാ. അങ്ങ് ഉറങ്ങിയാ മതിയായിരുന്നു.